Good morning, ma'am. Good morning, all. Good morning, ma'am. Good morning, Good morning, ma'am. ma'am. Good morning, ma'am. Good morning, ma'am. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് ദിവസമൊക്കെ എത്തിയിട്ടാണ് കാണുന്നത് എല്ലാവരും അല്ലെ? എല്ലാവരും സേഫ് ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ, മഴയൊക്കെ കുറഞ്ഞോ? ഇല്ല, Good morning, ma'am. കുഴപ്പമില്ല എല്ലാവരും. ഓക്കെ, കുഴപ്പമൊന്നുമില്ല, എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മൾ കുറച്ച് ദിവസത്തിൽ കാണുകയാണ്. സോ ക്ലാസ് ഒക്കെ നോക്കിയായിരുന്നോ? 2 ദിവസമൊക്കെ ക്ലാസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്തെങ്കിലുമൊക്കെ വായിച്ചായിരുന്നോ? വായിച്ചോ? ഓക്കെ. അപ്പൊ നമുക്ക് ഇനി ക്ലാസ് തുടങ്ങാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഇൻ ലേബർ റൂം അതുവരെയല്ലേ നമ്മൾ പറഞ്ഞത്? ആ പോയിന്റ്സ് വരെയല്ലേ പറഞ്ഞു നിർത്തിയത്? ആണോ? ഓക്കെ. അതെ. ഓക്കെ. ദെൻ അപ്പൊ നമ്മള് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് വരെ നോക്കിയത് ലേബർ റൂമിന്റെ. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. ഇനി വലിയ ഒരു തോന്നുന്ന ഒരു 2 ക്ലാസ്സോട് കൂടി കഴിയുമായിരിക്കും ചാപ്റ്റർ കേട്ടോ. വലിയ കുഴപ്പമില്ല, ഇപ്പൊ മനസ്സിലാക്കാവുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു അല്ലെ? വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ലല്ലോ. വലിയ മെഡിക്കൽ ടേമുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അധികം ഒന്നും വരുന്നില്ല. അത്യാവശ്യം വായിച്ചാല് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ അത്യാവശ്യം കുറച്ച് പേർക്കെങ്കിലും ഈ ലേബർ റൂം എന്താണെന്നും പരിചിതമായിരിക്കും. മീൻസ് ഓൾറെഡി ലേബർ റൂം കണ്ടിട്ടുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്വയം കുറച്ച് മീൻസ് അറിയാനൊക്കെ പറ്റും അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം. ക്ലീനിങ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ് കേട്ടോ. അപ്പൊ ക്ലീനിങ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നോക്കാം. ക്ലീനിങ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ്, അതായത് വൃത്തിയാക്കലും അതുപോലെ തന്നെ ഡിസ്ഇൻഫെക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അണുവിമുക്തമാക്കൽ അല്ലെ? അണുവിമുക്തമാക്കുക. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഈ ക്ലീനിങ്ങിലും ഡിസ്ഇൻഫെക്റ്റിംഗിലും വരുന്നതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നോക്കാം. സം ഓഫ് ദ ജനറൽ റൂൾസ് ഫോർ ക്ലീനിങ് ആർ. അപ്പോ ആ ഒരു നമ്മൾ പറഞ്ഞു ലേബർ റൂമില് സ്റ്റാഫുകൾക്ക് പുറമെ ഒരു ക്ലീനിങ് സ്റ്റാഫും മറ്റും ഉണ്ടാകും അല്ലെ? അപ്പൊ എങ്ങനെയാണ് ഈ ക്ലീനിങ്ങിന്റെ ഒരു ജനറൽ റൂൾ എന്ന് പറയുന്നതാണ് നമ്മൾ ഇന്ന് നോക്കാവുന്നത്. ഒരു പോയിന്റ്സ് ആയിട്ടാണ് പറയുന്നത്. നോക്കാം. Any equipment brought into the labor room from outside must be wiped and cleaned. അല്ലെ? അതായത് പുറത്തു നിന്നും ലേബർ റൂമിലേക്ക് ഏതൊരു എക്യുപ്മെന്റ് കൊണ്ടുവരികയാണെങ്കിൽ അത് തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം അകത്തേക്ക് കയറ്റുവാനായിട്ട്. നമുക്കറിയാം, ഹൈജീനിക് ആയിട്ട് വേണം എല്ലാ ഉപകരണങ്ങളും ലേബർ റൂമിൽ. കാരണം എന്തുകൊണ്ടാണ്? ഇൻഫെക്ഷൻസും മറ്റൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. സെക്കൻഡ് പോയിന്റ് നോക്കാം. ഹാവ് എ ആഡിക്വേറ്റ് ക്ലീനിങ് സീക്വൻസ്, അതായത് ഒരു എന്താ പറയാ, ഒരു ക്ലീനിങ്ങിനൊക്കെ ഒരു ക്രമം ഉണ്ടായിരിക്കണമെന്ന്. തോന്നിയ പോലെ ഇപ്പൊ ഇന്ന് ക്ലീൻ ചെയ്തു, ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്താൽ മതി, അങ്ങനെ നമ്മൾക്ക് ഇഷ്ടത്തിനല്ല. അതിനൊരു സീക്വൻസ് ഉണ്ടായിരിക്കണം. അതൊരു കൃത്യമായിട്ട് വേണം എന്ത് ചെയ്യാൻ? ക്ലീൻ ചെയ്യുവാൻ. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കാം. ഡാമേജ്ഡ് എക്യുപ്മെന്റ് ഷുഡ് ബി റിപ്പയർഡ് ഓർ റീപ്ലേസ്ഡ് അല്ലെ? ഇപ്പോ കേടായ ഉപകരണങ്ങൾ ഒന്നില്ലെങ്കിൽ മാറ്റണം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? അത് നന്നാക്കാം. റിപ്പയർഡ് ആയിട്ടുള്ളവ ഒന്നില്ലെങ്കിൽ നന്നാക്കുകയോ അല്ലെങ്കിൽ വേറെ റീപ്ലേസ് ചെയ്യുകയോ ചെയ്യുക. Then next point, items stained with blood and body fluids should be not instantly അല്ലെ? ഇപ്പോ എന്തെങ്കിലും രക്തങ്ങൾ അങ്ങനെ ബ്ലഡോ മറ്റും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ വസ്തുക്കളൊക്കെ മീൻസ് അപ്പൊ തന്നെ അത് ഇൻസ്റ്റന്റ് ആയിട്ട് അതിന്റെ നടപടി ചെയ്യുക. മീൻസ് ബ്ലഡ്സ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ എന്ത് ചെയ്യുക? ക്ലീൻ ചെയ്യുക. Then ഓൾവേസ് യൂസ് അപ്രൂവ്ഡ് മോപ്പിംഗ് ടെക്നിക്സ് അല്ലെ? എപ്പോഴും എന്താണ് മോപ്പിംഗ് ടെക്നിക്സുകൾ ഉപയോഗിക്കാൻ. അതായത് ക്ലീൻ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു തുണി എടുത്ത് തുറക്കാതെ ആ മോപ്പിംഗും കാര്യങ്ങളും അതുപോലെ തന്നെ എന്ത് ചെയ്യുക? ക്ലീൻ ചെയ്യുക. Then examine area for seepage or any other issue and report instantly. സീപ്പേജ് മീൻസ് ചോർച്ച. ഇപ്പോ റൂമിൽ എന്തെങ്കിലും ചോർച്ചയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ അത് അപ്പോൾ തന്നെ എന്ത് ചെയ്യുക? റിപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റന്റ്ലി പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക? റിപ്പോർട്ട് ചെയ്യുക. Then clean the labor table after every delivery അല്ലെ? ഓരോ ഡെലിവറിക്ക് ശേഷവും എന്ത് ചെയ്യുക? ആ ഒരു ലേബർ ടേബിൾ ക്ലീൻ ചെയ്യുക. സ്റ്റാൻഡേർഡ് procedures for infections and sterilization required to be followed അല്ലെ? ഈ ഡിസ്ഇൻഫെക്ഷൻ അതായത് അണുനശീകരണത്തിനും അതുപോലെ തന്നെ ആ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നടപടിക്രമങ്ങളാണ് പാലിക്കേണ്ടത്. നോക്കാം. ഇനി ഇതിനൊരു ക്രോഡീകരിച്ച് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ ഒരു ചെറിയൊരു പാരഗ്രാഫില്.
The labor room and connecting passage should be cleaned at least twice a day. Twice a day എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിൽ 2 പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്യാം, ആ ഒരു ലേബർ റൂമും ആ ഒരു കണക്റ്റിംഗ് പാസേജ് ഒക്കെ ക്ലീൻ ആക്കുക. Then solid area and cleaning of spillage should be done at the earliest time possible. അല്ലെ, അതുപോലെ തന്നെ മലിനമായിട്ടുള്ള സ്പില്ലേജ് മീൻസ് ആ ഒരു മലിനമായിട്ടുള്ള പ്രദേശങ്ങൾ കഴിയുന്നത്ര വേഗത്തിൽ തന്നെ എന്ത് ചെയ്യണം, വൃത്തിയാക്കുക. A detailed wash down of labor room must be done at least twice a month. പിന്നെ എന്താ പറയുന്നത്, മാസത്തില് 2 തവണയെങ്കിലും ലേബർ റൂം മീൻസ് വിശുദ്ധമായിട്ട് നല്ല രീതിയിൽ തുടച്ച് കഴുകി വൃത്തിയാക്കണം. ദിവസത്തിൽ 2 പ്രാവശ്യം ലേബർ റൂം വൃത്തിയാക്കുക. ഇതുപോലെ തന്നെ മലിനമായിട്ടുള്ളത് അപ്പൊ തന്നെ ക്ലീൻ ചെയ്യുക. പിന്നെ മാസത്തിൽ 2 വട്ടം നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണമെന്ന്. നമ്മളുടെ വീടും പരിസരവും ഒക്കെ ഡെയിലി നമ്മൾ ചിലപ്പോൾ തുടക്കും അല്ലെ, വൃത്തിയാക്കും. ഫ്ലോറൊക്കെ ഡെയിലി തുടക്കില്ലേ? പക്ഷെ നമ്മള് മാസത്തിൽ 1 തവണയോ 2 തവണയോ ഫുൾ ക്ലീനിങ് ഒക്കെ ചെയ്യും അല്ലെ. റൂമും എല്ലാ റൂമുകളും മറ്റു കിച്ചണും എല്ലാം എന്ത് ചെയ്യും, നമ്മള് മാസത്തിൽ 2 പ്രാവശ്യം ക്ലീനിങ് ഒക്കെ ചെയ്യും അല്ലെ. ചെയ്യാറുണ്ടോ എനിക്ക് അറിയില്ല, ചെയ്യും അല്ലെ. അപ്പോ അതുപോലെ തന്നെയാണ് ലേബർ റൂമിൽ പറയുന്നത്, മാസത്തിൽ 2 പ്രാവശ്യം നല്ല രീതിയിൽ ഫുള്ളായിട്ട് നല്ല വിശദമായിട്ട് തന്നെ എന്ത് ചെയ്യുക, ക്ലീൻ ചെയ്യുക. ഓക്കെ, അതാണ് ക്ലീനിങ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ് സെക്ഷനിൽ വരുന്നത്. ക്ലിയർ ആയോ? ജസ്റ്റ് വായിച്ച മനസ്സിലാകുന്ന പോയിന്റ്സ് ആണ് അല്ലെ, കുഴപ്പമില്ലല്ലോ. മനസ്സിലായോ? ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ, ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. നമ്മളിപ്പോ പറഞ്ഞ ക്ലീനിങ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ് ആ പോയിന്റ്സുകൾ ഒന്ന് വായിച്ചു നോക്കാം. ദെൻ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഫൈവ് മിനിറ്റ് ടൈം തരാം, നിങ്ങൾ വായിച്ചു നോക്കിക്കോളൂ. കംപ്ലീറ്റ് ആയോ? എല്ലാ പോയിന്റ്സ് വായിച്ചായിരുന്നോ? ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാലോ. ഓക്കെ, നോക്കാം. ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ്. അപ്പൊ നമ്മൾ ക്ലീനിങ്ങിന്റെ കാര്യങ്ങളാണ് നോക്കിയത്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ്. അതായത് എന്താണ്, അണുബാധ ഇൻഫെക്ഷൻസിന്റെ മീൻസ് അണുബാധ നിയന്ത്രണവും അതുപോലെ തന്നെ എങ്ങനെയാണ് വേസ്റ്റ് മാനേജ്മെന്റ്, ഈ ഒരു എന്താ പറയാ മാലിന്യ പരിപാലനം എന്നൊക്കെ പറയാം അല്ലെ. നോക്കാം. Infection control refers to the policies and procedures used to reduce the risk caused owing the infection spread, especially in healthcare facilities. Special attention and standard practice should be followed for cleaning the labor room. Poor infection control practices in labor and delivery rooms lays the patients, infants as well as the അപ്പൊ ഒരു ലേബർ റൂമിലെ ഇൻഫെക്ഷൻ കൺട്രോൾസ് റെഫർ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് നോക്കാം അല്ലെ. അതായത് ഈ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുക എന്നത് നമുക്ക് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, നമ്മള് കൂടുതൽ വരുന്ന അപകടങ്ങൾ മീൻസ് റിസ്കുകൾ തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, റിസ്കുകൾ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഫെക്ഷൻസ് കൺട്രോൾസ് ചെയ്ത് ഇങ്ങനെ എപ്പോഴും ക്ലീനിങ്ങും മറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നോക്കാം. അപ്പോ നമ്മൾ പറഞ്ഞു അണുബാധ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് കാരണം പ്രത്യേകിച്ച് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ, സ്റ്റക്ക് ആവുന്നുണ്ടെന്നാണോ? ഓക്കെ, ഓക്കെ, നല്ല രീതിയിൽ സ്റ്റക്ക് ആവുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ,
നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഒട്ടും തന്നെ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇൻഫെക്ഷൻ കൺട്രോൾ നമ്മൾ ഇങ്ങനെ ഒരു ലേബർ റൂമിൽ ഇൻഫെക്ഷൻ കൺട്രോൾ കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? റിസ്കുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ, അപകടങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഫെക്ഷൻസ് കൺട്രോളുകൾ കൊണ്ടുവരുന്നത് ഹോസ്പിറ്റലിനുള്ളിൽ അല്ലെ. ഇനിയും നമ്മൾ പറയുന്നത് എന്താണ്? ഇപ്പോ എന്താണ് ഈ മീൻസ് ഒരു ഇൻഫെക്ഷൻസ് നിമിത്തം അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് കാരണം പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലും മറ്റും ലേബർ റൂം വൃത്തിയാക്കുന്നത് ഒരു സ്റ്റാൻഡേർഡ് പരിശീലനത്തോട് കൂടിയാണ് അല്ലെ. ഫോളോവേഡ് ക്ലീനിങ് ദ ലേബർ റൂം ഒരു സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് ഷുഡ് ബി ഫോളോവേഡ്. അപ്പോ ഈ ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ ലേബർ റൂമിലൊക്കെ ഒരു എന്താ പറയാ ഒരു സ്റ്റാൻഡേർഡ് പരിശീലനം പാലിക്കണം ഈ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത് നമ്മള്, അല്ലെങ്കിൽ ഇൻഫെക്ഷൻസിനെ ഒഴിവാക്കുന്നത് കൺട്രോൾ ചെയ്യുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്? അതിനെ തുടർന്ന് വരുന്ന റിസ്കുകൾ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് കൺട്രോൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻഫെക്ഷൻ കൺട്രോൾ കൊണ്ടുവരുന്നത്. മീൻസ് അതായത് ഈ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളും കൊണ്ടുവരുന്നത്. ഇനി പൂർ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസ് ഇൻ ലേബർ ആൻഡ് ഡെലിവറി റൂംസ്, വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ക്ലീനിങ്ങും അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് കൺട്രോൾസ് ഒക്കെ ആണെങ്കിൽ അത് ആരെയൊക്കെയാണ് അഫക്ട് ചെയ്യുന്നത്? ഇൻഫന്റ് ആസ് വെൽ ആസ് ഹെൽത്ത് കെയർ സ്റ്റാഫ് റിസ്ക് അല്ലെ. അതുപോലെ തന്നെ എന്താണ് രോഗികളെയും ഇൻഫന്റ്സിനെയും ശിശുക്കളെയും അതുപോലെ തന്നെ ആ ഹോസ്പിറ്റലിനുള്ളിൽ സ്റ്റാഫുകളെയും അത് ബാധിക്കും അല്ലെ. നല്ല രീതിയിലുള്ള ഒരു ക്ലീനിങ്ങും അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോളും ഇല്ലെങ്കിൽ ഈ ഇൻഫെക്ഷൻസ് ഒക്കെ ആ പേഷ്യൻസിന് കിട്ടും, അതുപോലെ കുഞ്ഞുങ്ങൾക്കും കിട്ടും. ദെൻ അവിടുത്തെ സ്റ്റാഫുകൾക്കും ആ ഒരു ഇൻഫെക്ഷൻ ഒക്കെ വരുന്നു. സോ നല്ല രീതിയിൽ ഇൻഫെക്ഷൻ കൺട്രോൾസുകൾ കൊണ്ടുപോവുക അല്ലെ. നല്ല രീതിയിൽ തന്നെ അത് പ്രോപ്പർ ആയിട്ട് തന്നെ ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളും ചെയ്യുക. ഇനി കുറച്ച് പോയിന്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്, നോക്കാം. ഈ എങ്ങനെയൊക്കെയാണ് മീൻസ് ആ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളും ചെയ്യേണ്ടത്, ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. നോക്കാം. സ്റ്റാഫ് കളക്ടിങ് വേസ്റ്റ് ഷുഡ് ബി വിയർ യൂട്ടിലിറ്റി ഗ്ലൗസ് ആൻഡ് ക്ലോസ്ഡ് ഷൂസ് അല്ലെ. അതായത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഷൂസും അതുപോലെ കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ടുകൊണ്ട് വേണം സ്റ്റാഫ് എന്ത് ചെയ്യാനായിട്ട് ആ വേസ്റ്റുകൾ കളക്ട് ചെയ്യുവാൻ. വേസ്റ്റ് ടു ബി ഗ്യാതേർഡ് ഇൻ ലീക്ക് പ്രൂഫ് കണ്ടെയ്നേഴ്സ് അല്ലെ. അതായത് മീൻസ് കണ്ടെയ്നേഴ്സിൽ ലീക്ക് ഒന്നും ഇല്ലാത്ത തരത്തിലുള്ള ചോർച്ചയൊന്നും ഇല്ലാത്ത കണ്ടെയ്നേഴ്സിൽ വേണം വേസ്റ്റുകൾ സ്വീകരിക്കുവാനായിട്ട്. അതുപോലെ മൂന്നാമത്തെ പോയിന്റ് നോക്കാം. വേസ്റ്റ് ഷുഡ് ബി ക്ലിയർ ഫോർ ഡിസ്പോസൽ ബൈ 3 to 4 ഫുൾ അല്ലെ. അതായത് നമ്മൾ ഡിസ്പോസൽ ചെയ്യുന്ന ഒരു വേസ്റ്റ് കൊണ്ട് നിറഞ്ഞു തുളുമ്പി പോകാതെ ഒരു 3 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 4 ഇഞ്ച് വരെ ഹൈറ്റിൽ വേസ്റ്റ് വരികയാണെങ്കിൽ അത് അപ്പൊ തന്നെ എന്ത് ചെയ്യാം? ഡിസ്പോസൽ ചെയ്യുക. നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാകും അല്ലെ, ഹോസ്പിറ്റലുകളിലും കാണാൻ സാധ്യതയുണ്ട്. നമ്മൾ പല സ്ഥലങ്ങളിലൊക്കെ ഒരു എവിടെയെങ്കിലും പോകുമ്പോൾ വേസ്റ്റ് ബിൻ ഉണ്ടാവും. വേസ്റ്റ് ബിൻ നിറഞ്ഞു തുളുമ്പി പുറത്തേക്ക് ആയിരിക്കും ബിൻ ഇട്ടേക്കുന്നത് ഇല്ലേ, നമ്മൾ കണ്ടിട്ടുണ്ട് പലയിടങ്ങളിലും. അങ്ങനെയാണോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? താഴെ ഇട്ടേക്കണമെങ്കിൽ താഴെ തന്നെ ഇടും. ആണോ? നിങ്ങൾ അങ്ങനെയാണോ ചെയ്യുന്നത്? ആണോ? ചെയ്യാറുണ്ടോ അങ്ങനെയും? ഇല്ല. ഓക്കെ, നല്ല കാര്യം അല്ലെ. ഇപ്പോ എനിക്ക് ചില ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം? നിങ്ങളുടെ കൺമുമ്പിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ അതിന്റെ ഒരു അധികൃതർ അറിയിക്കുക അല്ലെ. അപ്പോ ഡിസ്പോസൽ ചെയ്യുക. അതായത് ഭയങ്കര കുത്തി നിറച്ച് തിക്കിടാതെ എന്ത് ചെയ്യാ? ഒരു 3-4 ഇഞ്ചൊക്കെ വരുമ്പോഴേക്കും ആ വേസ്റ്റ് ബിൻ എന്ത് ചെയ്യാ? ഡിസ്പോസൽ ചെയ്യാനാണ് പറയുന്നത്. Then waste should be separated into infectious and non-infection waste. അതുപോലെ തന്നെ വേസ്റ്റുകൾ തന്നെ മാലിന്യങ്ങളെ രണ്ടായിട്ട് വേർതിരിച്ച് വെക്കുക. ഇൻഫെക്റ്റഡ് ഇപ്പൊ ക്ലോത്തും മറ്റു ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിലും അതുപോലെ മറ്റ് ഇൻഫെക്ഷൻ വരുന്നതും ഇൻഫെക്ഷൻ അധികമൊന്നും ഇല്ലാത്തതായിട്ട് എന്ത് ചെയ്യാം? വേസ്റ്റിനെ തന്നെ നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ട് തിരിച്ചു വെക്കുക. Then disinfect with a bleaching mixture followed by washing and autoclave. അതായത് എന്താണ്? ബ്ലീച്ചിങ് മിശ്രിതമൊക്കെ ഉപയോഗിച്ച് അല്ല നമ്മള് ഈ അണുവിമുക്തമാക്കാനായിട്ട് ബ്ലീച്ചിങ് പൗഡർ ഒക്കെ ഇടാറുണ്ട്. എവിടേക്കാണ് നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ഇടാറുള്ളത്? നമ്മുടെ വീടുകളിൽ നമ്മൾ ചെയ്യാറില്ലേ? ബ്ലീച്ചിങ് പൗഡർ ഒക്കെ ഇടില്ലേ? എവിടേക്കാണ് ഇടുന്നത്? നിങ്ങൾ ചെയ്തിട്ടുണ്ടോ അങ്ങനെ ബ്ലീച്ചിങ് പൗഡർ? ഓക്കെ, എവിടേക്കാണ് നിങ്ങൾ അങ്ങനെ ബ്ലീച്ചിങ് പൗഡർ യൂസ് ചെയ്തിരിക്കുന്നത്? എവിടേക്കാണ്? അത് കമന്റ് ചെയ്തേ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബ്ലീച്ചിങ് പൗഡർ ഇടുന്നത്? എവിടേക്കാണ്? നമ്മൾ ഈ മഴക്കാലൊക്കെ വരുമ്പോൾ ഇതുപോലെ കിണറ്റിലും ഈ കിണറിന്റെ സൈഡിൽ കിണറിന്റെ സൈഡില് കിണറിലാണ് കൂടുതലും ചെയ്യുന്നത് അല്ലെ. പായലുള്ളിടത്തും ഒക്കെ വെള്ളത്തിലൊക്കെ നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ഒക്കെ ഇടും. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് ഈ ഒരു ബ്ലീച്ചിങ് മിശ്രിതം അതെന്ത് ചെയ്യാം? ഉപയോഗിച്ചിട്ട് അണുവിമുക്തമാക്കുക. തുടർന്ന് വേണമെങ്കിൽ നമുക്കത് കഴുകി ഓട്ടോക്ലേവ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, മുറ്റത്തൊക്കെ നമ്മൾ ഇടാറുണ്ട്. ഓക്കെ, സംഭവം ക്ലിയർ ആയല്ലോ. ലാസ്റ്റ് വൺ,
ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് മസ്റ്റ് ബി ഫോളോഡ്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഇനി അതുപോലെ തന്നെ എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ ആ ഒരു സ്റ്റാൻഡേർഡ് നടപടിക്രമങ്ങൾ അനുസരിച്ചുകൊണ്ട് വേണം അതിന് ആ ഒരു ഡിസ്പോസൽ ഒക്കെ ചെയ്യാനായിട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇൻഫെക്ഷൻ കൺട്രോൾസിൽ വേസ്റ്റ് മാനേജ്മെന്റിൽ വരുന്നത്. വേസ്റ്റുകളൊക്കെ ഇടുമ്പോഴും ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഈ ഒരു പോയിന്റ്സിലൂടെ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആയോ? കുഴപ്പമില്ലല്ലോ, വായിച്ചു നോക്കാൻ സമയം തരാം. നെക്സ്റ്റ് വൺ ന്യൂ ബോൺ കെയർ. എന്താണ് ന്യൂ ബോൺ ബേബി എന്ന് പറയില്ല നമ്മള്? എന്താ ന്യൂ ബോൺ ബേബി? ന്യൂ ബോൺ കെയർ. എന്താ ന്യൂ ബോൺ കെയർ മീനിങ്? എന്താ ന്യൂ ബോൺ കെയർ? നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കണോ? നവജാത ശിശു, അതായത് ഏറ്റവും ജനിച്ച ഉടനെയുള്ള കുഞ്ഞുങ്ങളുടെ സംരക്ഷണമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ലേബർ റൂമിൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞു, കുഞ്ഞിന്റെ കാര്യം ഇനി പറയാൻ പോകുന്നത് നോക്കാം. Necessary care at birth of a newborn is compulsory for all labor rooms and obstetrics OT operation theater of the delivery point. അല്ലെ, ഒരു ലേബർ റൂമിലും അതുപോലെ തന്നെ OT-യില് ഡെലിവറി പോയിന്റില് ന്യൂ ബോൺ ബേബിയുടെ കെയർ എന്ന് പറഞ്ഞാൽ കമ്പൽസറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെ, അത്ര എന്താ പറയാ ഭയങ്കര കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ ന്യൂ ബോൺ ബേബിയുടെ കെയർ ചെയ്യേണ്ടത്. അല്ലെ, ഒരു ലേബർ റൂമിലും ഇതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ജനിച്ച് കഴിയുമ്പോൾ ഈ കുഞ്ഞിന് എന്ത് വേണം? വളരെ കൃത്യമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു കെയറിങ് ന്യൂ ബോൺ ബേബിക്ക് ആവശ്യമാണ്. വെൽ ക്വാളിഫൈഡ് പീഡിയാട്രീഷ്യൻ, സ്റ്റാഫ് നഴ്സസ് ആൻഡ് സപ്പോർട്ട് സ്റ്റാഫ് ആർ നീഡഡ്. അല്ലെ, അവിടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള പീഡിയാട്രീഷ്യൻ വേണം, ഒരു കുട്ടികളുടെ നോക്കുന്ന പീഡിയാട്രീഷ്യൻ വേണം, അതുപോലെ തന്നെ സ്റ്റാഫ് നഴ്സ് ആൻഡ് സപ്പോർട്ട് സ്റ്റാഫ് ആർ നീഡഡ്. ഇത്രയും ആളുകൾ വേണം ആ കുഞ്ഞുങ്ങളുടെ ആ ഒരു കെയറിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ദ സർവീസസ് given at newborn care facilities consist of. ഇനി ന്യൂബോൺ ബേബിക്ക് നമ്മൾ കൊടുക്കേണ്ട കെയറുകളാണ് ഇനി പറയുന്നത്, പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് നോക്കാം. കെയർ അറ്റ് ബർത്ത്. അല്ലെ, അതായത് എന്താ ജനന സമയത്തുള്ള ഒരു കെയറിങ്. ആ ജനിക്കുമ്പോ തന്നെ എന്ത് ചെയ്യണം? കുഞ്ഞുങ്ങളെ നമുക്ക് ആ ഒരു ജനന സമയത്തുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു കെയറും കാര്യങ്ങളും. അതുപോലെ തന്നെ ബേസിക് കെയർ ആൻഡ് സ്റ്റെബിലൈസേഷൻ ഓഫ് സിക്ക് ന്യൂ ബോൺ. അതായത് ബേസിക് കെയർ, ഒരു അടിസ്ഥാന എന്താ പറയാ ഒരു അടിസ്ഥാന കെയറും അതുപോലെ തന്നെ സിക്ക് ന്യൂ ബോൺ. ഇനി എന്തെങ്കിലും കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ജനിച്ചുകൊണ്ടുവരുന്ന വല്ല ചെറിയ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? കൂടുതൽ കെയറും കാര്യങ്ങളും നൽകുക. അതുപോലെ തന്നെ റെസ്ക്യൂഷൻസ്. എന്താ റെസ്ക്യൂഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുനരുജ്ജീവനം നൽകുക. മീൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മള് കുഞ്ഞിനെ നമ്മള് വീഡിയോസിലും മറ്റും കണ്ടിട്ടില്ലേ? ഇപ്പോ ജനിച്ചുടനെ തന്നെ ചിലപ്പോ കുഞ്ഞിനെ അനക്കൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഡോക്ടറിന്റെ ആ ഒരു ഇതനുസരിച്ച് ഡോക്ടർ അവരിങ്ങനെ എടുത്ത് കൊട്ടി ഇതൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യും? ആ ഒരു ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരാറുണ്ട്. ഇല്ലേ? കണ്ടിട്ടുണ്ടാവും നമ്മള് വീഡിയോസിലും മറ്റും. ഇല്ലേ? കണ്ടിട്ടുണ്ടോ അങ്ങനെ? അല്ലെ, നമ്മള് കുഞ്ഞിന് ചിലപ്പോ എന്താ കുഞ്ഞിന് ജനിച്ചുകൊടുന്ന അനക്കൊന്നും ഉണ്ടാവില്ല, അപ്പൊ കുഞ്ഞിനെ കിട്ടില്ല എന്ന് വരെ വിചാരിക്കും. അല്ലെ, ജീവനില്ല എന്ന് വരെ വിചാരിക്കും. പക്ഷെ ആ ഒരു ദൈവത്തെ പോലെ ആ ഡോക്ടറിന്റെ ഒരു ആ ഇതിലൂടെ ആയിരിക്കും കുഞ്ഞിനെ എന്ത് ചെയ്യുന്നത്? പുനരുജ്ജീവനത്തിലോട്ട് തിരിച്ചു വരുന്നത്. അല്ലെ, അപ്പൊ റെസ്ക്യൂഷൻസ്. അതുപോലെ ഡിസ്പ്ലേയിങ് ഓഫ് വൈറ്റൽസ്. എന്താ ഡിസ്പ്ലേയിങ് ഓഫ് വൈറ്റൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻസ് ആ കുഞ്ഞിന്റെ ഇതൊക്കെ ഒന്ന് അതിന് ടെമ്പറേച്ചർ നോക്കും, അല്ലെങ്കിൽ പൾസ് ഒക്കെ നോക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞിന്റെ ചെക്ക് ചെയ്യും, ഡിസ്പ്ലേ ചെയ്യുന്നു. ഇമ്മ്യൂണൈസേഷൻ സർവീസസ്. ഇമ്മ്യൂണൈസേഷൻ സർവീസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രതിരോധ സേവനങ്ങൾ. മീൻസ് പ്രതിരോധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞിന് കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ചെക്ക് ഫോർ എനി ഇൻബോൺ ഇറഗുലാരിറ്റി. അതായത് എന്താണ്? ഇപ്പൊ എന്തെങ്കിലും ക്രമക്കേടൊക്കെ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യും. അല്ലെ, നമ്മളറിയാം കുഞ്ഞിനെ നമ്മൾ ജനിച്ചുടനെ ഈ ചെവിയുടെ പരിശോധന, അല്ലെ, കേൾവി ഉണ്ടോ എന്നൊക്കെ നോക്കും, കണ്ണിന്റെ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. ഇല്ലേ? ചെക്ക് ചെയ്യാറുണ്ടോ? നമ്മൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് പോരുന്നതിന് മുൻപ് തന്നെ ഈ ഒരു ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അല്ലെ, ചെവിയിലൊരു ചെറിയൊരു മീൻസ് ആൾക്ക് കേൾവി ശക്തി ഉണ്ടോ, അല്ലെങ്കിൽ കാഴ്ചയുണ്ടോ കണ്ണിന്. അല്ലെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ പീഡിയാട്രീഷ്യൻ ഉണ്ടാവുമല്ലോ ഓൾറെഡി. അപ്പൊ ഈ പീഡിയാട്രിക് ഡോക്ടർ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അല്ലെ, കുഞ്ഞുങ്ങളുള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് അറിയാൻ പറ്റും, അല്ലാത്തവർക്ക് അറിയാൻ പറ്റും. എങ്കിലും കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഇങ്ങനെയുള്ള ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ആ ഒരു ടൈമിൽ നമ്മളെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വരുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? തന്നെ ചെക്ക് ചെയ്യാറുണ്ട്. ബ്രസ്റ്റ് ഫീഡിങ് ആൻഡ് ഫീഡിങ് സപ്പോർട്ട്. ഇനി ബ്രസ്റ്റ് ഫീഡിങ്, ഇപ്പൊ കുഞ്ഞിന്റെ പാല് കൊടുക്കുന്നത് അതൊക്കെ ഒന്ന് നഴ്സുമാർ വന്നൊന്ന് കാണിച്ചൊക്കെ തരും. അല്ലെ, ഇങ്ങനെ ഒരു പൊസിഷനിൽ കൊടുക്കുക, ഒരു ഫീഡിങ് സപ്പോർട്ടൊക്കെ അവര് ആ ഒരു ദിവസങ്ങളിൽ നമുക്ക് വന്ന് ചെയ്തു തരും.
Then look into high risk newborn. അതുപോലെ തന്നെ അപകട സാധ്യതയുള്ള ശിശുവിന്റെ, അതായത് ഇപ്പോൾ ജനന സമയത്ത് തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ മറ്റോ ഒക്കെ ഉള്ള കുട്ടികൾക്കാണെങ്കിൽ കുറച്ചുകൂടി അവർക്കൊരു പരിഗണന, മീൻസ് അവർക്കൊരു മുൻഗണന, കൂടുതൽ ട്രീറ്റ്മെന്റ്സും അല്ലെങ്കിൽ എന്താ കൂടുതൽ കെയറും കാര്യങ്ങളും നൽകുന്നു. Then reference service etc. റെഫറൻസ് സേവനങ്ങൾ, അതായത് ബാക്കി ചികിത്സാപരമായിട്ടുള്ള എല്ലാ സേവനങ്ങളും നൽകുന്നു. ഇതാണ് അപ്പോൾ നമ്മൾ ന്യൂ ബോൺ കെയറിന് കൊടുക്കുന്ന എന്തൊക്കെയാണ് കെയർ കൊടുക്കുന്നത്, അതായത് എന്തൊക്കെ ഫെസിലിറ്റീസുകളാണ് നമ്മൾ ഒരു നവജാത ശിശുവിന് കൊടുക്കുന്നത് അല്ലെ. വേർക്കുന്ന സമയത്ത് കെയർ കൊടുക്കും, അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നോക്കും, പുനരുജ്ജീവിപ്പിക്കും, പിന്നെ അവരുടെ ഇമ്മ്യൂണൈസേഷൻ നോക്കും, അതുപോലെ തന്നെ ഇറഗുലാരിറ്റി ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യും, ഫീഡിങ് സപ്പോർട്ട് ഒക്കെ നൽകും. നാലാമത്തെ പോയിന്റ് ഡിസ്പ്ലേയിങ് ഓഫ് വൈറ്റൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന്റെ ടെമ്പറേച്ചർ നോക്കും, അതുപോലെ എന്താണ് പൾസ് ഒക്കെ ഓക്കെ ആണോ എന്ന് നോക്കും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഫിസിക്കലായിട്ട് കുഞ്ഞിനെ ടെസ്റ്റ് ചെയ്യുന്നതിനാണ് ഡിസ്പ്ലേയിങ് ഓഫ് വൈറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഇൻഫെക്ഷൻ കൺട്രോൾ ഉടനെ വായിക്കണേ. ഇൻഫെക്ഷൻ കൺട്രോൾ ആദ്യം വായിക്കാം, ദെൻ ന്യൂ ബോൺ കെയർ വായിക്കാം. ഓക്കെ, ഇൻഫെക്ഷൻ കൺട്രോൾ ആദ്യം വായിക്കണേ, എന്നിട്ട് ന്യൂ ബോൺ കെയർ വായിക്കാം. എല്ലാ പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കട്ടോ. വലിയ ബുദ്ധിമുട്ടില്ല, വായിച്ചാൽ കുറച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. മെഡിക്കൽ ടൈമുകളൊന്നും അധികം വരുന്നില്ലല്ലോ. ഇൻഫെക്ഷൻ കൺട്രോൾ വായിച്ചു കഴിഞ്ഞെങ്കിൽ നെക്സ്റ്റ് ന്യൂ ബോൺ കെയർ വായിച്ചോളൂ കേട്ടോ. ന്യൂ ബോൺ കെയർ നോക്കാം. നമ്മൾ അവിടെ കൊടുക്കുന്ന കെയറുകളും നമ്മൾ പോയിന്റ്സ് ആയിട്ട് പറഞ്ഞു. OT എന്ന് പറയുന്നത് ഓപ്പറേഷൻ തിയേറ്റർ ആണ്. മുകളിലൊന്ന് എഴുതി വെച്ചോളൂ. ഇനി OT എന്ന് വായിക്കുമ്പോൾ മാറി പോകരുത്, ഓപ്പറേഷൻ തിയേറ്റർ തന്നെ വായിച്ചു പോകണം കേട്ടോ. OT എന്ന് പറയണ്ട, ഓപ്പറേഷൻ തിയേറ്റർ തന്നെ വായിച്ചു പോകുക. ന്യൂ ബോൺ കെയർ വായിക്കാം. അതുപോലെ തന്നെ എന്തൊക്കെയാണ് കെയറുകൾ കൊടുക്കുന്നതെന്ന് വായിക്കട്ടോ. എല്ലാ പോയിന്റ്സും വായിക്കണേ. കംപ്ലീറ്റ് ആയോ? വായിച്ചോ? ഓക്കെ, എല്ലാവരും വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? കുഴപ്പമില്ലല്ലോ? വലിയ ബുദ്ധിമുട്ടില്ല അല്ലെ? വലിയ ബുദ്ധിമുട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ അത്യാവശ്യം വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മള് ന്യൂ ബോണിന് കൊടുക്കുന്ന കെയറുകൾ നോക്കി, എന്തൊക്കെയാണെന്ന് നോക്കി. നെക്സ്റ്റ് നമുക്ക് നോക്കാം
for proper newborn care things required to be done. അല്ലെ, അതായത് ഒരു ശരിയായിട്ടുള്ള ഒരു നവജാത ശിശു സംരക്ഷണത്തിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ഓക്കെ, നോക്കാം. ഫസ്റ്റ് വൺ, ബിഫോർ ഹാൻഡ്ലിംഗ് ദ ബേബി സ്ട്രിക്ട്ലി വാഷ് ഹാൻഡ്സ്. അല്ലെ, നമ്മള് കുഞ്ഞിനെ കൈകാര്യം ചെയ്യുന്നതിന് മുൻപ് എന്ത് വേണം? കൈകള് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വേണം കുഞ്ഞിനെ എടുക്കുവാൻ. അല്ലെ, നമ്മള് ഹോസ്പിറ്റലിൽ മാത്രമല്ല നമ്മള് വീടുകളിലായാലും കുഞ്ഞിനെ എടുക്കുമ്പോൾ, അതായത് ബേബീസിനെ നവജാത ശിശുക്കളെ നമ്മൾ എടുക്കുമ്പോൾ എന്ത് വേണം? നമ്മുടെ കയ്യിൽ വേറെ അണുക്കളൊന്നും പാടില്ല. എപ്പോഴും എന്ത് ചെയ്യാം? വാഷ് ചെയ്തതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? കുഞ്ഞുങ്ങളെ എടുക്കാൻ പാടുള്ളൂ. എപ്പോഴെങ്കിലും കുഞ്ഞുമാളെയൊക്കെ കാണാൻ പോകുമ്പോഴേ എടുക്കുമ്പോ എന്ത് ചെയ്യാം? നമ്മള് എന്ത് ചെയ്യണം? കൈ എപ്പോഴും വാഷ് ചെയ്തതിനു ശേഷം മാത്രമേ കുഞ്ഞുങ്ങളെ എടുക്കാനായിട്ട് പാടുള്ളൂ. Then second point, rooming in the baby with the mother. അല്ലെ, അതായത് എന്താ പറയുന്നത്? അമ്മയ്ക്കൊപ്പം തന്നെ കുഞ്ഞിനും ഒരു റൂം കൊടുക്കുക. അങ്ങനെയാണ് കൊടുക്കുന്നത്. അല്ലെ, നമ്മൾ ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞിന് ഒരു റൂമിൽ അമ്മേനെ ഒരു റൂമിലല്ല കൊടുക്കുന്നത്. ഇനി ഇതുപോലെ ഇപ്പൊ ചൂട് ലഭിക്കാൻ മറ്റേ റേഡിയന്റ് വാമറിലൊക്കെ കിടക്കുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ കുഞ്ഞിനെ വേറൊരു റൂമിലേക്ക് മാറ്റുന്നത്. അതിനുശേഷം അമ്മയെയും കുഞ്ഞിനെയും ഒരു റൂമിൽ തന്നെയായിരിക്കും കിടത്തുന്നത്. Then keeping the baby warm. കുഞ്ഞിന്റെ ചൂട് എപ്പോഴും നിലനിർത്തണം. അല്ലെ, കുഞ്ഞിനെ നമ്മള് ടർക്കിയിലൊക്കെ ഭയങ്കര ഭദ്രമായിട്ട് പൊതിഞ്ഞൊക്കെയല്ലേ കുഞ്ഞുവാവകളെ കിടത്തുന്നത്? അല്ലേ, അങ്ങനെയാണോ കിടത്തുന്നത്? അല്ലെ, നമുക്കറിയാം ടർക്കിയിലൊക്കെ പൊതിഞ്ഞ് വളരെ പൊതിഞ്ഞ് കിട്ടി അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. മീൻസ് അവരൊരു ടെമ്പറേച്ചർ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൊതിഞ്ഞ് സൂക്ഷിച്ച് നമുക്ക് കുഞ്ഞിന് കൈവിട്ട് തരുമ്പോഴും എങ്ങനെയാണ് നമുക്ക് തരുന്നത്? ടർക്കിയിലൊക്കെ പൊതിഞ്ഞ് കുഞ്ഞിന്റെ തല മാത്രം കാണുന്ന രീതിയിലൊക്കെയാണ് നമുക്ക് തരുന്നത്. അല്ലെ, അത് ബേബിയുടെ ആ ഒരു ടെമ്പറേച്ചർ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ദെൻ നാലാമത്തെ പോയിന്റിലെ എക്സ്ട്രാ എന്നാണ് കേട്ടോ. എക്സ്ട്രാ എന്നാണ് അവിടെ കിടക്കുന്നത്. എക്സ്ട്രാ എന്നാക്കാം. എക്സ്ട്രാ. ഓക്കെ, ഒന്ന് ക്ലിയർ ആയിട്ട് പോണേ. എക്സ്ട്രാ. ഓക്കെ, extra care should be taken to the temperature in preterm and LBW baby. In the LBW, low birth weight. അതായത് ജനന സമയത്ത് തീരെ വെയിറ്റ് കുറഞ്ഞിട്ടുള്ള കുട്ടികൾ, അല്ലെ, ലോ ബർത്ത് വെയിറ്റ് ഉള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് കുറച്ചുകൂടി കൂടുതൽ എന്ത് ചെയ്യാം? കെയറുകള് നൽകണം. അല്ലെ, അതായത് പ്രീടൈം അല്ലെങ്കിൽ LB എന്നൊക്കെ പറയുന്നത് നമ്മള് മീൻസ് ആ ഒരു താപനിലയിൽ കെയർ കൊടുക്കണമല്ലോ. അവരെയാണ് നമ്മൾ കുറച്ചും കൂടി ഈ ഒരു റേഡിയന്റ് വാമറിലൊക്കെ കിടത്തുന്നത്. ഇല്ലേ, ഈ വെയിറ്റ് കുറഞ്ഞ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ 1-2 ദിവസമൊക്കെ ഈ റേഡിയന്റ് വാമറിൽ കിടത്താനായിട്ട് പറയും. ചൂട് മീൻസ് അവർക്ക് ആ നോർമൽ വെയിറ്റ് ഇല്ലെങ്കിൽ ആ ഒരു ടെമ്പറേച്ചറിന്റെ ഇത് വ്യത്യാസം ഉണ്ടാവും. സോ അവരെന്ത് ചെയ്യും? നമ്മള് ആ ഒരു റേഡിയന്റ് വാമറിൽ ഈ ഒരു ടെമ്പറേച്ചർ ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് കിടത്താറുണ്ട്. അപ്പോ LBW ഒന്ന് എഴുതി വെച്ചോളൂ. ലോ ബർത്ത് വെയിറ്റ്. ലോ ബർത്ത് വെയിറ്റ് എഴുതിയോ? എക്സ്ട്രാ എന്നുള്ളത് എക്സ്ട്രാ എന്നാക്കണം. അതുപോലെ തന്നെ എന്താ? ലോ ബർത്ത് വെയിറ്റ് എന്നാക്കാം കേട്ടോ. ലോ ബർത്ത് വെയിറ്റ്. ഓക്കെ, അപ്പൊ അങ്ങനെ വെയിറ്റ് കുറഞ്ഞ കുഞ്ഞിനെ നമുക്ക് ടെമ്പറേച്ചർ ആ ഒരു നോർമലിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും? ഈ ഒരു റേഡിയന്റ് വാമറിലേക്ക് എടുത്തും. ഓക്കെ, കീപ് ദ കോഡ് ഡ്രൈ ആൻഡ് ക്ലീൻ. എന്താണ് കോഡ്? അറിയാമോ? കീപ് ദ കോഡ് എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കുഞ്ഞിന്റെ കോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഡ് മീൻസ് എന്താണ്? നോക്കാം അല്ലെ. അപ്പൊ പൊക്കിൾക്കൊടി. ഓക്കെ, പൊക്കിൾക്കൊടി തന്നെയാണ്. പൊക്കിൾക്കൊടി അവര് ഒരു മീൻസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെ, അമ്മമാർക്കൊക്കെ അറിയാൻ പറ്റും. ഇതുപോലെ ഒരു ചെറിയൊരു ഇതൊക്കെ വെച്ചിട്ട് അവര് മീൻസ് അത് വളരെ ഡ്രൈ ആയിട്ടും ക്ലീൻ ആയിട്ടും വേണം സൂക്ഷിക്കാൻ. അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളമൊക്കെ കയറുമ്പോൾ കുളിപ്പിക്കുമ്പോഴൊക്കെ നമ്മളോട് പറയും അത് താനെ ഒരു 7 days ഒക്കെ കഴിയുമ്പോൾ താനെ പൊക്കിൾക്കൊടി അതിന്റെ ആ ഒരു സംഭവം പോരും അല്ലെ. പക്ഷെ അതിക്ക് മുന്നേ നമ്മൾ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോ ഒക്കെ എന്ത് ചെയ്യണം? വളരെ ക്ലീൻ ആയിട്ട്, കാരണം അതിന്റെ വെള്ളം ഉള്ളിയിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പഴുപ്പൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ എന്ത് ചെയ്യാം? അത് ക്ലീൻ ആയിട്ടും ഡ്രൈ ആയിട്ടും വേണം സൂക്ഷിക്കാനായിട്ട്. The care providers should prescribe the newborn at given intervals after delivery. ഇനി പറയുന്നത് എന്താണ്?
ഒരു പ്രൊവൈഡർ എന്ത് ചെയ്യണം, നിശ്ചിത ഇടവേളകളിൽ നവജാത ശിശുവിനെ കാണണം. മീൻസ് പ്രൊവൈഡർ എന്ന് പറഞ്ഞാൽ ആരാണ്, ഒരു പരിചരണദാതാവ്, മീൻസ് സ്റ്റാഫില്ലേ അവിടത്തെ, അവരെന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കാറുണ്ട് ഇല്ലേ, വന്ന് നോക്കാറുണ്ടോ നഴ്സുമാര് ഹോസ്പിറ്റലിൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കിടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരില്ലേ അവര്, കുഞ്ഞിന് പാല് കൊടുത്തോ അല്ലെങ്കിൽ പാല് കൊടുക്കുന്നുണ്ടോ, നമ്മൾ പാല് കൊടുക്കാനിരിക്കുകയാണെങ്കിൽ കുഞ്ഞിനെ ആ ഒരു പൊസിഷനൊക്കെ അവർ കാണിച്ചു തരും എങ്ങനെയൊക്കെയാണെന്ന് അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യണം, ഇടയ്ക്ക് വന്ന് നോക്കണം. അത് ഓരോ ഇന്റർവെൽസ് അനുസരിച്ച് എന്ത് ചെയ്യാം, കുഞ്ഞിന്റെ കാര്യങ്ങൾ വന്ന് നോക്കാം. കുഞ്ഞിന് നമ്മൾ പാല് കുടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്കറിയാം ചില കുഞ്ഞുങ്ങൾ എപ്പോഴും പാല് കുടിക്കാൻ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ, അവരെപ്പോഴും ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ എന്ത് ചെയ്യും, ഈ നഴ്സുമാർ വന്ന് കുഞ്ഞിന്റെ കാലിനടിയിലേക്ക് ഒന്ന് തട്ടിയിട്ട് കൊടുക്കും ഇല്ലേ. ചിലപ്പോ കുഞ്ഞ് കരയും, അങ്ങനെയാണ് നമ്മൾ കുഞ്ഞിനെ പാല് കുടിപ്പിക്കാനൊക്കെ അവര് ശ്രമിക്കും ഇല്ലേ. അങ്ങനെയാണ്. അപ്പൊ ഓരോ ഇന്റർവെൽസ് അനുസരിച്ചിട്ട് എന്ത് വേണം, ഈ സ്റ്റാഫുകൾ വന്ന് എന്ത് ചെയ്യാം, ഈ കുഞ്ഞിനെ ന്യൂബോൺ ബേബിനെ വന്ന് നോക്കാം, അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക, നമ്മുടെ അമ്മമാരോടൊപ്പം ഒന്ന് സപ്പോർട്ടീവായിട്ട് എന്ത് ചെയ്യുക, കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. എങ്ങനെയാ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഫീഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് കൊടുക്കണം, ഓരോ പൊസിഷനൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ ഒന്ന് ഈ നഴ്സുമാർ വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, കുഞ്ഞിന്റെ ബേബിയുടെ അമ്മേനെ കാണിച്ചു കൊടുക്കുന്നത് അല്ലെ. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് കുറച്ച് അല്ലെ. അത്യാവശ്യം എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്കെങ്കിലും മീൻസ് അമ്മമാരായിട്ടുള്ളവരെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇനി അറിയാത്തവർക്കാണെങ്കിലും നമ്മൾക്ക് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫോർ പ്രോപ്പർ ന്യൂ ബോൺ കെയർ ആണ് നമ്മളിപ്പോ പറഞ്ഞത്. എന്തൊക്കെയാണ് ന്യൂ ബോൺസിന് കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇനി ലാസ്റ്റ് ഒരു വട്ടം റിപ്പീറ്റ് ചെയ്യാം, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ കേട്ടോ. പ്രോട്ടോകോൾസ് ഫോർ എൻട്രി ടു ദ ലേബർ റൂം. ലേബർ റൂമിൽ അകത്തേക്ക് പ്രവേശിക്കുന്നതായിട്ടുള്ള പ്രോട്ടോകോൾസ് എന്തൊക്കെയാണ് അല്ലെ. ഞാൻ പറഞ്ഞു, ലേബർ റൂമിലേക്ക് നമ്മൾ മറ്റൊരു വാർഡിൽ പോകുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു റൂമിൽ പോകുന്നത് പോലെയോ നമുക്ക് ആർക്ക് വേണമെങ്കിലും അത് പ്രവേശിക്കാനൊന്നും സാധിക്കില്ല അല്ലെ. അതിൻ്റെതായിട്ടുള്ള പ്രോട്ടോകോൾസുകളൊക്കെ പാലിച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ, ലേബർ റൂമിലേക്ക് പ്രവേശിക്കുവാൻ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് ഒരു ലേബർ റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ പാലിക്കേണ്ട പ്രോട്ടോകോൾസുകൾ അല്ലെങ്കിൽ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. Entry to the labor room should be indirect. Typically, a buffer zone requires to be made if possible to change of shoes, wear of mask and cap before getting into the labor room. അപ്പൊ ലേബർ റൂമിലേക്ക് കിടക്കുക എന്ന് പറഞ്ഞത് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. മീൻസ് ഡയറക്റ്റ് ആയിട്ടുള്ളതല്ല. അതായത് ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് ഡോർ തുറന്ന് അകത്തേക്ക് കിടക്കുക എന്നുള്ളൊരിതിലല്ല പറയുന്നത്. അതിന് ഇൻഡയറക്റ്റ് ആയിട്ടുള്ളതാണ്. മീൻസ് അതിനൊരു അനുവാദമൊക്കെ വാങ്ങിക്കണം അല്ലെ. അപ്പൊ ലേബർ റൂമിലേക്കുള്ള പ്രവേശനം എപ്പോഴും ഇൻഡയറക്റ്റ് ആണ്. അതുപോലെ തന്നെ കയറുന്നതിന് മുൻപ് എന്ത് വേണം, ഷൂസും അല്ലെ, ഷൂസ് മാറ്റാനും അതുപോലെ തന്നെ മാസ്ക്, തൊപ്പി വെക്കണം, മാസ്ക് ഒക്കെ ധരിച്ചുകൊണ്ട് വേണം ലേബർ റൂമിന് അകത്തേക്ക് പ്രവേശിക്കുവാൻ അല്ലെ. നമുക്കറിയാം ലേബർ റൂമിൽ നിൽക്കുന്ന ആ സ്റ്റാഫുകളും എല്ലാവരും തന്നെ മാസ്കും പിന്നെ ഒരു തൊപ്പിയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുക, ലേബർ റൂമിൽ നിൽക്കുന്നത്. Then second one, entry to the labor room should be permitted only the pregnant woman, her birth partner, doctor, nurse. അല്ലെ. അപ്പൊ ഒരു ലേബർ റൂമില് എൻട്രി പെർമിറ്റഡ് ആയിട്ടുള്ളത് ആർക്കൊക്കെയാണ്, ഒരു ലേബർ റൂമിൽ അകത്തേക്ക് പ്രവേശനം എന്നുള്ളത് പ്രഗ്നന്റ് വുമൺ അല്ലെ, പ്രഗ്നന്റ് വുമൺ. അതുപോലെ തന്നെ ഹർ ബർത്ത് പാർട്ട്ണർ അല്ലെ. അതായത് ഒരു ബർത്ത്, ഇപ്പോ ചില ഹോസ്പിറ്റലുകളിലൊക്കെ നമ്മളുടെ ഓൾറെഡി ഹസ്ബൻഡ്സിനും കൂടി അകത്തേക്ക് ഒരാൾക്ക് ലേബർ റൂമിൽ പ്രവേശിക്കാമെന്നുള്ളതുണ്ട് അല്ലെ. എല്ലാ ഹോസ്പിറ്റലുകളിലും എല്ലാം പറയുന്നത്. പക്ഷെ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് കുറച്ച് മൾട്ടി സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ ആളുടെ പാർട്ട്ണറിനും കൂടി നമുക്ക് പെർമിറ്റ് ഉണ്ട് കയറാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റലിലാണെങ്കിൽ ആ ഒരു പാർട്ട്ണറിന് കയറാം അല്ലെ. അല്ലെങ്കിൽ അതുപോലെ തന്നെ പിന്നെ ആരാ പറഞ്ഞത്, ഡോക്ടർ ഉണ്ടാകും, ദെൻ നേഴ്സ് ഉണ്ടാകും അല്ലെ. അപ്പൊ ഇത്രയും ഡോക്ടറാണ് ഓൾറെഡി അവിടെ പെർമിഷൻ ഉള്ളത്, ലേബർ റൂമിലേക്ക് കടക്കാനായിട്ട് പെർമിഷൻ ഉള്ളത്. ANM ഓൺ ഡ്യൂട്ടി ആൻഡ് അതർ സപ്പോർട്ട് സ്റ്റാഫ്. അതുപോലെ തന്നെ ഒരു ANM സ്റ്റാഫ് ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ് സപ്പോർട്ടിംഗ് സ്റ്റാഫ്, മീൻസ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവില്ല ഓപ്പറേഷൻ തിയേറ്ററിൽ. ഇതുപോലെ തന്നെ എക്യുപ്മെന്റ്സ് മറ്റും എടുത്തു കൊടുക്കുന്ന ഒരു സ്റ്റാഫുകളുണ്ട്. ദെൻ ക്ലീനിങ് സ്റ്റാഫ്. ഇത്രയും പേർക്കാണ് ഓൾറെഡി നമ്മളൊരു ലേബർ റൂമിലേക്ക് പെർമിഷൻ ഉള്ളത്. ദെൻ ക്ലീനിങ് സ്റ്റാഫ് ഷുഡ് ബി അലൗഡ് പീരിയോഡിക് എൻട്രി. അതായത് എന്താണ്, ക്ലീനിങ് സ്റ്റാഫുകള് ഇടയ്ക്കിടയ്ക്ക് പ്രവേശനം അനുവദിക്കുന്നത്. കാരണം ഇങ്ങനെ ഓരോ സെക്ഷനിൽ ഡെലിവറി കഴിയുമ്പോഴും ആ ടേബിളും മറ്റു കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ക്ലീനിങ് സ്റ്റാഫുകൾ നമ്മൾ അലൗഡ് ആണെന്ന്. മൂന്നാമത്തെ പോയിന്റ്,
Before getting into the room, slippers, cap and mask should be worn by all visitors, including the companion. അല്ലെ, അതായത് എന്താണ്, മുറിയിൽ കയറുന്നതിന് മുൻപ് എന്തൊക്കെയാണ്, സന്ദർശകരും എന്ത് ധരിക്കണം, ചെരുപ്പ് ധരിക്കണം, അതുപോലെ തന്നെ ക്യാപ്പ്, മാസ്ക് ധരിക്കണം. അല്ലെ, ഇപ്പോ പേഷ്യന്റ് അകത്ത് കിടക്കുമ്പോൾ ആൾക്ക് എന്തെങ്കിലും പുറത്തുനിന്ന് മീൻസ് ആ ഒരു വിസിറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി വിസിറ്റ് ചെയ്യാൻ അനുവദിക്കുക. അതെങ്കിലും ഒരാളെ കൂടെ എന്തെങ്കിലും ഹസ്ബൻഡിനെയോ അമ്മയോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ലേബർ റൂമിന്റെ അകത്തേക്ക് കയറ്റുകയാണെങ്കിൽ ആളും എന്ത് ചെയ്യണം, മാസ്ക് ധരിക്കണം, ക്യാപ്പ് വെക്കുക, അതുപോലെ തന്നെ ഷൂസും ധരിച്ചിട്ട് വേണം അകത്തേക്ക് കയറാൻ. അല്ല, നമ്മൾ ലേബർ റൂമിന്റെ പുറത്തിങ്ങനെ സ്ലിപ്പറുകൾ ഇട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെ, അപ്പൊ അവിടെ യൂസ് ചെയ്യുന്ന സ്ലിപ്പേഴ്സ് ആണ്, നമ്മളുടെ സ്ലിപ്പേഴ്സ് ഇട്ടുകൊണ്ട് എല്ലായിടത്തേക്ക് കിടക്കുന്നത്. മീൻസ് അത് വേറെ ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പുറമെ അവർ സ്ലിപ്പേഴ്സ് ഇടുന്നത്. സോ ആ ഒരു സ്ലിപ്പർ ഇട്ടുകൊണ്ടാണ് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നത്. Then any visits of people other than on duty staff, pregnant woman and birth companion to the labor room should be short and timed to the task, such as cleaning, etc. ഇപ്പോ അതായത് any visitors, people other than duty staff, നമ്മൾ പറഞ്ഞ ഈ ഒരു ഡോക്ടറും സ്റ്റാഫിനും പുറമെ വേറെ മറ്റാളുകൾ ലേബർ റൂം സന്ദർശനത്തിന് വരികയാണെങ്കിൽ അത് വളരെ ഷോർട്ട് പീരീഡിൽ മാത്രമേ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. അധികം നേരം പേഷ്യന്റിനോട് സംസാരിച്ചിരിക്കാനോ അങ്ങനെയൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല. അതുപോലെ തന്നെ ക്ലീനിങ് സ്റ്റാഫുകളുമാണ് കയറുന്നതെങ്കിലും അധിക നേരം അവർ അതിന്റെ ഉള്ളിൽ നിർത്തില്ല. അത് പെട്ടെന്ന് തന്നെ ക്ലീനിങ് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ആളുടെയും ഈ ക്ലീനിങ് സ്റ്റാഫിനെ ആയാലും ആ ഒരു വൈസ് സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ടെങ്കിലും ഒരു കുറഞ്ഞ ഒരു എന്താ പറയുക ഷോർട്ട് പീരീഡിൽ മാത്രമേ അകത്തു നിന്ന് സംസാരിക്കാനായിട്ട് അലൗഡ് ഉള്ളൂ. ഓക്കെ, ഇതാണ് നമ്മൾ ഒരു ലേബർ റൂമിലെ പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പോയിന്റ് വായിച്ചില്ലല്ലോ ആദ്യത്തെ. ഓക്കെ, പ്രോപ്പർ ന്യൂ ബോൺ കെയർ തുടങ്ങി നിങ്ങൾ വായിച്ചു നോക്കട്ടോ. ന്യൂ ബോൺ കെയർ തുടങ്ങി ഒന്ന് വായിച്ചു നോക്കണേ. പോയിന്റ്സുകളൊന്ന് വായിക്കാം. ദെൻ നമ്മുടെ ലേബർ റൂമിന്റെ അകത്ത് പ്രവേശിക്കുമ്പോൾ ചെയ്യേണ്ട പ്രോട്ടോകോൾസുകളും വായിക്കാം കേട്ടോ. ഒരു പോയിന്റ് ആണ് വായിച്ച് മനസ്സിലാക്കാം. LBW എഴുതി വെക്കണം കേട്ടോ, ലോ ബർത്ത് വെയിറ്റ്. പോയിന്റ് വിട്ടു പോയിട്ടുണ്ടോ? ഏത് പോയിന്റ് ആയിരുന്നു? ഓക്കെ, ലാസ്റ്റ് പോയിന്റ് കൂടി ഉണ്ടല്ലേ. ഓക്കെ, നെക്സ്റ്റ് പേജിൽ കിടക്കുന്നതുകൊണ്ട് സ്ക്രോൾ ചെയ്തില്ല കേട്ടോ. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് വായിക്കാം. ലാസ്റ്റ് പോയിന്റ് നോക്കണേ, ലേബർ റൂമിന്റെ എൻട്രിയിലേക്കുള്ള ലാസ്റ്റ് പോയിന്റ് ആണ്. ശ്രദ്ധിച്ചില്ല, സ്ക്രോൾ ചെയ്തില്ല കേട്ടോ. നോക്കാം. Male staff entry should be confined only to those who are on duty or have been called for any accessories and fittings. They should be humble and gracious to be dignity and privacy of the woman. ഇപ്പോ ഏതെങ്കിലും മെയിൽ സ്റ്റാഫ് ഓൾറെഡി ലേബർ റൂമിനുള്ളിൽ ഉണ്ടെങ്കിൽ, അതായത് ഡ്യൂട്ടി സ്റ്റാഫുകളോ അങ്ങനെ എന്തെങ്കിലും ആക്സസറീസിന്റെ ഫിറ്റിങ്ങിന് വന്നിരിക്കുന്ന മീൻസ് എന്തെങ്കിലും എക്യുപ്മെന്റ്സിന്റെ ഫിറ്റിംഗ്സിനോ മറ്റും വന്നിട്ടുള്ള മെയിൽ സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ അവർ എന്ത് വേണം? ദേ ഷുഡ് ബി ഹംബിൾ ആൻഡ് ഗ്രേഷ്യസ്, അതായത് സ്ത്രീകളോട് മാന്യമായിട്ടും വളരെ അന്തസ്സോടും അല്ലെങ്കിൽ ആ ഒരു വിനയത്തോടും വേണം എന്ത് ചെയ്യാൻ, പെരുമാറാൻ. അങ്ങനെയുള്ളവരായിരിക്കണം അവിടെ ആ ഒരു ലേബർ റൂമിനുള്ളിൽ പ്രവേശിക്കുന്ന മെയിൽ സ്റ്റാഫ് എന്ന് പറയുന്നത്. ഓക്കെ,
എന്തെങ്കിലും ഇപ്പോ എക്യുപ്മെന്റ്സിന്റെ ഫിറ്റിംഗ്സിനോ അല്ലെങ്കിൽ മീൻസ് അറ്റൻഡർ സ്റ്റാഫ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ളവര് സ്ത്രീകളുടെ മീൻസ് ലേബർ റൂം എന്ന് പറയുന്നത് സ്ത്രീ വാർഡാണല്ലോ. അപ്പോ സ്ത്രീകളുടെ അന്തസ്സിനും അവരോട് ഒരു മാന്യമായിട്ട് പെരുമാറുന്ന ഒരു അങ്ങനെയുള്ളവരായിരിക്കണം. ഓക്കെ, വിട്ടുപോയപ്പോ നമ്മൾ പോയിന്റ് നിങ്ങളൊന്ന് പറഞ്ഞത് നന്നായി. ഓക്കെ, വായിച്ചോളൂ കേട്ടോ. ബഫർ സോൺ എന്ന് പറഞ്ഞാൽ ഒരു സംരക്ഷിത മേഖല എന്നൊക്കെ പറയില്ലേ. അതായത് ഇത്രയും കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കൊണ്ട് അതിന് നമ്മളൊരു സംരക്ഷിത മേഖല പോലെ പറയും. കംപ്ലീറ്റ് ആയോ? വായിച്ചോ എല്ലാ പോയിന്റ്സും? ഓക്കെ, എന്തായിരുന്നു ANM ഫുൾ ഫോം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു ഒന്ന് കമന്റ് ചെയ്ത് പറ്റുന്ന ANM എന്തായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം പറഞ്ഞായിരുന്നു. ആദ്യ കമന്റ് വന്നിട്ടുണ്ട് നോക്കൂ, ഓക്സിലറി നഴ്സ് ആൻഡ് മിഡ് വൈഫ്. ഞാൻ അന്ന് തന്നെ പഠിക്കണം എന്ന് പറഞ്ഞതായിരുന്നു. ഓക്കെ, ചെറിയൊരു പോർഷനും കൂടി ഉള്ളൂ. ഇന്ന് തീരുമെന്ന് എനിക്ക് അറിയില്ല. കംപ്ലീറ്റ് ആക്കണോ? അത് ഇത്രയും കൂടി ഉള്ളൂ. ഒരു പേജും കൂടി ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ കഴിയാനായിട്ട്. കംപ്ലീറ്റ് ചെയ്യണോ? ഓക്കെ, നോക്കാം കേട്ടോ. പ്രോട്ടോകോൾസ് ഫോർ വർക്കിംഗ് ഇൻ ദ ലേബർ റൂം. ഇനി എന്തൊക്കെയാണ്? അപ്പൊ നമ്മൾ ആദ്യം നോക്കിയത് ഒരു ലേബർ റൂമിൽ പ്രവേശിക്കുമ്പോഴുള്ള പ്രോട്ടോകോൾസുകളാണ് നമ്മൾ നോക്കിയത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലേബർ റൂമിലെ എന്താണ് അതായത് ജോലി ചെയ്യുന്നതിനുള്ള പ്രോട്ടോകോൾസുകൾ. മീൻസ് അവിടുത്തെ ഒരു സ്റ്റാഫുകൾക്കുള്ള പ്രോട്ടോകോൾസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഓൾ ദി സ്റ്റാഫ് മസ്റ്റ് വെയർ personal protectives at the time of performing delivery, and at all other times caps and masks must be worn. അല്ലെ, അതായത് ഡെലിവറി സമയത്ത് എല്ലാ ജീവനക്കാരും അവരുടെ സ്വയം പ്രൊട്ടക്റ്റീവ്സ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ്, വ്യക്തിഗത സംരക്ഷണം നോക്കണം. അതുപോലെ തന്നെ എന്താണ്, മറ്റെല്ലാ സമയത്തും തൊപ്പികളും മാസ്കും ധരിക്കണമെന്ന്. അതായത് ആ ഒരു പ്രൊട്ടക്റ്റീവ് ഡ്രസ്സ് ധരിക്കണം. മീൻസ് എന്താണ്, ഒരു വേറൊരു മീൻസ് ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്. മീൻസ് ആ ഒരു തിയേറ്ററിലും മറ്റും സ്റ്റാഫുകൾ ധരിക്കില്ലേ, യൂണിഫോമിന് പുറമെ വേറൊരു എക്സ്ട്രാ ഒരു അവരുടെ ഒരു വസ്ത്രം ധരിക്കും അല്ലെ. അതായത് ഒരു വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ബാക്ക് ഓപ്പൺ ഒക്കെ ആയിട്ടുള്ള അല്ലെ, ഒരു അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു വസ്ത്രമായിരിക്കും ധരിക്കുന്നത് അല്ലെ. ലേബർ റൂമിൽ കയറിയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അല്ലെ, സ്റ്റാഫുകള് ആ നഴ്സ് അവരുടെ യൂണിഫോമിന് പുറമെ ഒരു പ്രൊട്ടക്റ്റീവ് ഡ്രസ് ധരിക്കും. ഓക്കെ, അപ്പോ അതിനുള്ളിൽ കയറുമ്പോൾ എപ്പോഴും പ്രൊട്ടക്റ്റീവ് ഡ്രസ് ധരിക്കുക. അതുപോലെ അല്ലാത്ത ടൈമുകളിൽ മാസ്കും ക്യാപ്പും നിർബന്ധമാണ്. ദെൻ രണ്ടാമത് നോക്കാം, ഡിസ്പോസിബിൾ സ്റ്റെറൈൽ ഗ്ലൗസ് ഷുഡ് ബി യൂസ്ഡ് ആഫ്റ്റർ ആക്യുറേറ്റ് ഹാൻഡ് വാഷിംഗ് while examining the delivery. Protocol for infection prevention, that is adherence sorting out the disposable in the bins, should strictly be adhered, and the protocol poster should be wall mounted in the area where color coded bins are located. അല്ലെ, അപ്പോ പറഞ്ഞത് എന്താണ്, ഡിസ്പോസിബിൾ സ്റ്റെറൈൽ ഗ്ലൗസ് അല്ലെ, അതായത് ഡിസ്പോസിബിൾ ആയിട്ടുള്ള കയ്യുറകളാണ് നമ്മൾ ഇടേണ്ടത്. അപ്പൊ അത് പരിശോധിക്കുമ്പോൾ ഡെലിവറി സമയത്ത്
കൃത്യമായിട്ട് കഴുകിയിട്ട് വേണം ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ മീൻസ് വൺ ടൈം യൂസ് ഒക്കെ ആണെങ്കിൽ ഒരു ഗ്ലൗസ് ഒരു പ്രാവശ്യം ഉപയോഗിച്ച ഗ്ലൗസ് നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യുക, അടുത്ത ഗ്ലൗസ് ധരിക്കുക. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഡെലിവറി സമയത്ത് കൈ കഴുകിയ ശേഷം വേണം എപ്പോഴും നമ്മൾ അകത്തേക്ക് പ്രവേശിക്കാനായിട്ട്. ഇനി അദറൻസ് മീൻസ് എന്ന് വെച്ചാൽ പാലിക്കുക എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. അദറൻസ് പാലിക്കുക എന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഹാൻഡ് വാഷ് ഒക്കെ ചെയ്യുക എന്നൊക്കെയുള്ളൊരു മീനിങ്. ദെൻ പിന്നെ എന്താ പറയുന്നത്, പിന്നെ നമ്മള് അണുബാധ തടയുന്നതിന് വേണ്ടിയിട്ട് പ്രോട്ടോകോൾസ് ഒക്കെ പാലിക്കുക. അതുപോലെ തന്നെ മീൻസ് ആ വേസ്റ്റിലുള്ള ബിന്നുകൾ എന്ത് ചെയ്യണം, തരംതിരിച്ച് വെക്കണമെന്ന്. അതായത് ഡിസ്പോസിബിൾ എന്നിവ കർശനമായിട്ട് പാലിക്കുക. മീൻസ് അതുപോലെ തന്നെ ബയോമെഡിക്കൽ വേസ്റ്റും മറ്റ് വേസ്റ്റുകളൊക്കെ തരംതിരിച്ചിട്ട് അങ്ങനെ വ്യത്യസ്തമായിട്ട് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ബിൻസിൽ വേണം ബിൻസ് സ്ഥാപിക്കാൻ. അതുപോലെ തന്നെ എന്താണ്, അതിനൊരു കളർ കോഡൊക്കെ ചെയ്തിട്ടുള്ള റെഡ് ബിൻ ആണെങ്കിൽ അതില് ബയോമെഡിക്കൽ വേസ്റ്റ് എന്നൊക്കെ ഒന്ന് എഴുതിയൊക്കെ വെക്കുക അല്ലെ. അങ്ങനെയുള്ള ബിൻസ് സെപ്പറേറ്റഡ് ആയിട്ടൊന്ന് കളറൊക്കെ തരംതിരിച്ചിട്ടൊക്കെ ഇങ്ങനെ വേർതിരിച്ച് വെക്കുക. അതുപോലെ തന്നെ എന്താണ്, other protocols poster should be wall mounted in the area where color coded bins are located അല്ലെ. അതുപോലെ തന്നെ നമ്മള് എന്താണ് അതുപോലെ തന്നെ പ്രോട്ടോകോൾസുകൾ ഈ ബിന്നിന്റെ ഒപ്പം തന്നെ എഴുതി വെക്കാനായിട്ട്. നമ്മൾ ഹോസ്പിറ്റലിലും അല്ലെങ്കിൽ മറ്റേ ഇപ്പൊ കോവിഡിന്റെ ഒക്കെ ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞപ്പോ ഈ പ്രോട്ടോകോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഇപ്പൊ നമ്മള് എന്താ പറയാ ഹോസ്പിറ്റലുകളിലും അതുപോലെ തന്നെ മറ്റു സ്ഥാപനങ്ങളിലൊക്കെ പോകുമ്പോൾ ആ പ്രോട്ടോകോൾസ് അവരിങ്ങനെ ചുവരുമൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഷോപ്പുകളിലായാലും അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിലോ അങ്ങനെ മറ്റ് അല്ലെ പബ്ലിക് പ്ലേസസിലൊക്കെ ഇതുപോലെ തന്നെ പ്രോട്ടോകോൾസ് എഴുതി വെച്ചിട്ടുണ്ടാവും. മാസ്ക് ധരിക്കുക, ഇത്ര മീറ്റർ അകലം പാലിക്കുക അല്ലെ, അല്ലെങ്കിൽ കൂട്ടം കൂടി നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പ്രോട്ടോകോൾസുകളൊക്കെ കാണാറുണ്ട് മറ്റ് സ്ഥാപനങ്ങളിലായാലും അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള പ്രോട്ടോകോൾസുകളൊക്കെ ജസ്റ്റ് ആ ഒരു ഏരിയകളിൽ ഒട്ടിക്കുക. ഓക്കെ, ഇതാണ് നമ്മൾ വാക്കിംഗ് ഇൻ ദ ലേബർ റൂമിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കുന്നത് സൂപ്പർവിഷൻ ഫോർ ക്വാളിറ്റി ഓഫ് കെയർ ഇൻ ദ ലേബർ റൂം. എങ്ങനെയാണ് ഒരു ലേബർ റൂമിലെ പരിചരണത്തിന്റെ ഗുണനിലവാരത്തിലുള്ള മേൽനോട്ടം, ഇങ്ങനെയൊക്കെയാണ് ആ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതാണ് നോക്കുന്നത്. ഏത് പോർഷൻ കൂടി എടുക്കണോ, അത് കംപ്ലീറ്റ് ആക്കണോ, ഇങ്ങനെയാ കംപ്ലീറ്റ് ചെയ്യണോ? ചാപ്റ്റർ കഴിഞ്ഞിട്ടോ, ഇത്രേ ഉള്ളൂ. ചാപ്റ്റർ കഴിഞ്ഞു നമ്മളുടെ. പറഞ്ഞു പോട്ടെ എന്നാലും ഇത് കൂടി, അല്ലെങ്കിൽ നമ്മൾ ഇനി ഒരു കുറച്ച് ഭാഗം മാത്രം നാളത്തേക്ക് വേണ്ടി മാറ്റി വെക്കണം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്യാം. വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ, വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്, വലിയ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ടാണ് കുറച്ചിന്ന് ഇത് തോന്നുന്നത് കുറച്ച് കൂടുതൽ എടുത്തല്ലേ. നിങ്ങളോട് ചോദിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, നോക്കാം. Should have a neatness checklist for evaluation that should be completed as signed the supervisor who conduct visit the labor room അല്ലെ. അപ്പോ ലേബർ റൂം സന്ദർശിക്കുമ്പോൾ ബന്ധപ്പെടുന്ന ഒരു സൂപ്പർവൈസർ അവര് എന്ത് ചെയ്യണം, ഒരു മൂല്യനിർണയം ഒപ്പിട്ടിട്ട് വേണം കൃത്യമുള്ള ഒരു ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കണം. മീൻസ് ആ ഒരു സൂപ്പർവൈസർ ഉണ്ടാവുമല്ലോ ലേബർ റൂമിലെ, അദ്ദേഹം ഒരു ചെക്ക് ലിസ്റ്റ് സൈൻ ഒക്കെ ചെയ്ത് പൂർത്തിയാക്കി വെക്കണം. ചെക്ക് ലിസ്റ്റ് മൂല്യനിർണയത്തിനുള്ള ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കണം. മൂല്യനിർണയം എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഇങ്ങനെ അങ്ങനത്തെ ക്വാളിറ്റി ഇങ്ങനെയുണ്ട്, ഗുഡ്, വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഓരോ സ്റ്റാർ പോയിന്റ് ഇട്ട് കൊടുക്കില്ലേ, അങ്ങനെയുള്ള ഒരു ചെക്ക് ലിസ്റ്റ് സൂപ്പർവൈസർ തയ്യാറാക്കി വെക്കുക. Then the facility in charge should visit labor room twice during each week. അപ്പോ ഈ ഒരു ലേബർ റൂമിലെ ഇൻചാർജ് നമ്മൾ പറഞ്ഞു, ICUയിൽ പഠിച്ചപ്പോ ICUയിൽ ഒരു ഇൻചാർജ് ഉണ്ടാവും, അതുപോലെ തന്നെ വാർഡിൽ ഒരു ഇൻചാർജ് ഉണ്ടാകും അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഇവിടെയും ലേബർ റൂമിൽ ഒരു ഇൻചാർജ് ഉണ്ടാവും. ആ ഒരു ഇൻചാർജ് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും വിസിറ്റ് ചെയ്യണം. ലേബർ റൂമിൽ വന്ന് ആ പേഷ്യൻസിനെയൊക്കെ ആഴ്ചയിൽ 2 വട്ടമെങ്കിലും വിസിറ്റ് ചെയ്യുക. Then the OPG and MU. എന്താ OPG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, OBG ഒബ്സ്ട്രിക്സ് ആൻഡ് ഗൈനിക് കേട്ടോ. ഒബ്സ്ട്രിക് ആൻഡ് ഗൈനിക്, അതായത് നമ്മൾ ഒബ്സ്ട്രിക് പറഞ്ഞല്ലോ പ്രസവാനന്തര ചികിത്സയും, അതുപോലെ തന്നെ ഗൈനിക് സ്ത്രീ സംബന്ധമായിട്ടുള്ളത്. MU എന്ന് പറഞ്ഞാൽ എന്താണ്, മോണിറ്ററിംഗ് യൂണിറ്റ്. MU മോണിറ്ററിംഗ് യൂണിറ്റ്. OPG ഒബ്സ്ട്രിക് ആൻഡ് ഗൈനിക്, MU മോണിറ്ററിംഗ് യൂണിറ്റ്. ഓക്കെ, അപ്പോ ഒബ്സ്ട്രിക്സിലും അല്ലെങ്കിൽ MUയിലെ ഇൻചാർജ് ലേബർ റൂം ഇസ് റിക്വയർഡ് വിസിറ്റ് ദ ലേബർ റൂം ട്വൈസ് എവറി ഡേ അല്ലെ. അപ്പോ ഈ ഒബ്സ്ട്രിക്കിലുള്ള ഒരു ഇൻചാർജും അതുപോലെ തന്നെ മോണിറ്ററിലെ ഒരു ഇൻചാർജും എന്ത് ചെയ്യാം,
ലേബർ റൂം 2 തവണയെങ്കിലും എന്ത് ചെയ്യുക, സന്ദർശിക്കുക. ലേബർ റൂമിന്റെ ചുമതലയുള്ള ആ ഒരു ഒബ്സ്ട്രിക്സിന്റെ ഡോക്ടറും മറ്റു സ്റ്റാഫുകളും ഉണ്ടാവുമല്ലോ അവിടത്തെ, ഇവരെന്ത് ചെയ്യുക, ലേബർ റൂം ദിവസത്തിൽ 2 വട്ടമെങ്കിലും എന്ത് ചെയ്യാം, സന്ദർശിക്കുക. Then the nursing supervisor, nurse in charge should visit at least once in every shift. നഴ്സിംഗ് സൂപ്പർവൈസറും അതുപോലെ തന്നെ അവിടുത്തെ ഒരു നഴ്സ് ഇൻചാർജും എന്ത് ചെയ്യാം, ദിവസത്തില് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എവറി ഷിഫ്റ്റ്, അവരുടെ ഓരോ ഷിഫ്റ്റിലും ഒരു ടൈമെങ്കിലും വന്ന് എന്ത് ചെയ്യാം, ആ ഒരു പേഷ്യന്റിനെ വിസിറ്റ് ചെയ്യുക. Then the supervisor should also analyze the availability of essential supplies and also make sure that all essential practice are being done suitably and in a timely manner. അല്ലെ, അപ്പൊ എന്ത് ചെയ്യണം, സൂപ്പർവൈസർമാര് ആവശ്യമുള്ള അവൈലബിലിറ്റി എസെൻഷ്യൽ അല്ലെ, ആവശ്യമുള്ള സാധനങ്ങളുടെ ലഭ്യത വിശകലനം ചെയ്യുക. എല്ലാ ഉചിതമായിട്ടുള്ള രീതിയിൽ സമയബന്ധിതമായിട്ടും എല്ലാ കാര്യങ്ങളും ലേബർ റൂമിലെ സ്റ്റാഫുകൾ ചെയ്യുന്നുണ്ടെന്ന് ഈ സൂപ്പർവൈസർ വന്നിട്ട് ഉറപ്പുവരുത്തുന്നു. Then every month a labor room practice review meeting should be arranged at each facility where all staff involved in care in labor room should take part. They should ponder on ways improve the quality in the labor room. Feedback of supportive supervision should also be shared during these meetings. അല്ലെ, അതായത് ലേബർ റൂമിലെ പരിചരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ ജീവനക്കാരും പങ്കെടുക്കേണ്ട ഓരോ പ്രാക്ടീസിനെ പറ്റിയൊക്കെ എല്ലാ മാസവും ക്രമീകരിക്കണമെന്ന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുക സ്റ്റാഫുകൾക്ക്. അതുപോലെ തന്നെ ലേബർ റൂമിലെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് ഓരോ കാര്യങ്ങൾ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൊണ്ടുവരിക. അതുപോലെ തന്നെ ഫീഡ്ബാക്കുകളും അവിടെ ചർച്ച ചെയ്യപ്പെടണം. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫീഡ്ബാക്കുകൾ കൊണ്ടുവരിക. ഓക്കെ, ഇത് വായിച്ചു നോക്കിയാൽ മതി, വലിയ ബുദ്ധിമുട്ടില്ല. ക്വസ്റ്റ്യൻസ് ഒന്നും അധികം വരാൻ ചാൻസ് ഇല്ല. പോയിന്റ്സ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് വായിച്ചാൽ മതി. 4ാമത്തെ പോയിന്റ് എന്തായിരുന്നു, നഴ്സിംഗ് സൂപ്പർവൈസർ അല്ലെങ്കിൽ നഴ്സ് ഇൻചാർജ് അവരുടെ ഒരു ഷിഫ്റ്റില്, അതായത് എല്ലാ ഒരു വർക്കിംഗ് ടൈമില് ഒരു വട്ടമെങ്കിലും ലേബർ റൂമിൽ വന്ന് ആ ഒരു പേഷ്യൻസിനെ കാണുക. 5ാമത്തെ പോയിന്റിൽ പറഞ്ഞാല് ദ സൂപ്പർവൈസർ ഷുഡ് ഓൾസോ അനലൈസ് അവൈലബിലിറ്റി ഓഫ്, അതായത് ലേബർ റൂമിന്റെ സൂപ്പർവൈസർ ലേബർ റൂമിൽ വന്നിട്ട് എന്ത് ചെയ്യുക, അതായത് അവിടുത്തെ സാധനങ്ങൾ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സുകൾ ലഭ്യമായിട്ടുണ്ടോ, എല്ലാം പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യാം, വന്ന് ഒന്ന് നോക്കുക. അതൊക്കെ കൃത്യമായിട്ട് ടൈംലി മാനറിൽ പ്രോപ്പർ ആയിട്ട് കാര്യങ്ങളൊക്കെ സ്റ്റാഫുകളും മറ്റും ചെയ്യുന്നുണ്ടോ, ഇനി എന്തെങ്കിലും പോരായ്മയുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ലഭ്യതക്കുറവുണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യാം, സൂപ്പർവൈസർ വന്നത് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി നിങ്ങൾ കേട്ടോ, വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. OPGയും MUയും ഒന്ന് നോക്കാം കേട്ടോ. OPG എന്ന് പറഞ്ഞാല് ഒബ്സ്ട്രിക്സ് ആൻഡ് ഗൈനിക് കേട്ടോ. ഒബ്സ്ട്രിക്സ് ആൻഡ് ഗൈനിക് നമ്മൾ ആദ്യം പഠിച്ചില്ലേ, ഒബ്സ്ട്രിക്സ് അതായത് പ്രസവാനന്തരം അല്ലെങ്കിൽ പ്രസവ ചികിത്സ ഇതൊക്കെ പഠിച്ചില്ലേ, ഒബ്സ്ട്രിക്സ് ആൻഡ് ഗൈനിക് കേട്ടോ. ഒബ്സ്ട്രിക് ഗൈനിക്. MU എന്ന് പറഞ്ഞാല് മോണിറ്ററിംഗ് യൂണിറ്റ്. ഓക്കെ, ലാസ്റ്റ് ഒരു ഭാഗം ഒന്ന് വായിക്കാം. Labor room should thus provide standardized and high quality service. During childbirth, control of infection and safety are also vital factors looked into the labor room. അപ്പൊ ഒരു ലേബർ റൂം പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി സർവീസസ് ആണ്. ചൈൽഡ് ബർത്തിന് ജനന സമയത്തുള്ള ഒരു ഹൈ ക്വാളിറ്റി സർവീസസ് ആണ് ലേബർ റൂം പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യാനും സേഫ് ആയിട്ട് സൂക്ഷിക്കുക, സേഫ്റ്റി, ഇതാണ് മെയിൻ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. കുറച്ച് പെട്ടെന്ന് ലാസ്റ്റ് എത്തിയപ്പോഴത്തെ ഓടിച്ചോന്ന് ഡൗട്ട് ഉണ്ട്, ഞാൻ നിങ്ങളോട് ചോദിച്ചു കൊടുക്കണോ, അതൊക്കെ നമ്മൾ ആ ഒരു കുറച്ച് ഭാഗം മാത്രമാക്കി വെക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ അങ്ങനെ തീർത്തത്. ഓക്കെ, നമ്മുടെ ഒരു ലേബർ റൂം എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ തീർന്നു. ഓക്കെ, ഇത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അടുത്ത ദിവസം ഒന്ന് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. വലിയ ബുദ്ധിമുട്ടില്ല, അവിടെ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും വരാൻ കഴിഞ്ഞില്ല കേട്ടോ. വലിയ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഇല്ല, ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രം മതി കേട്ടോ. ഓക്കെ, ഇനി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഈ ഒരു ചാപ്റ്റർ പെട്ടെന്ന് കഴിഞ്ഞില്ലേ? ആണോ, എന്ത് പറ്റി?
നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങൾ പറയാനുള്ള ടൈമാണ്. കുഴപ്പമില്ലല്ലോ, ചാപ്റ്റർ പെട്ടെന്ന് തീർന്നോ? കുഴപ്പമില്ല. ഓക്കെ. അങ്ങനെ വലിയ ബുദ്ധിമുട്ട് തോന്നിയോ? അധികം മെഡിക്കൽ ക്യാമ്പുകളൊന്നും വരുന്നില്ലല്ലോ. പിന്നെ കുറച്ച് ഞാൻ പറഞ്ഞു, ഓൾറെഡി കുഞ്ഞുങ്ങൾക്കുള്ള അമ്മമാരാണെങ്കിൽ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ലല്ലോ. നമ്മള് ഒരു ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമല്ല അല്ലെ. ആദ്യമായിട്ട് കേൾക്കുന്നവരും ഉണ്ടാകാം, പക്ഷെ ഇതിലൊന്നും അത്ര ബുദ്ധിമുട്ടില്ല അല്ലേ. എങ്ങനെയാ നിങ്ങളുടെ അഭിപ്രായം? ബുദ്ധിമുട്ടായിരുന്നോ? ഇല്ല മാം, ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നോ ബുദ്ധിമുട്ട്? ഓക്കെ, വലിയ കുഴപ്പമില്ല. ചെറിയ ചെറിയ പോയിന്റ്സ് ആണ്, നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാവുന്നുള്ളൂ അല്ലെ. ബുദ്ധിമുട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് കണ്ടിന്യൂ ചെയ്തോട്ടെ എന്ന് ഞാൻ ചോദിച്ചത്. കാരണം ആ ഒരു ചെറിയ സെക്ഷൻ മാത്രം നമ്മൾ ഇനി നാളത്തേക്ക് എടുത്ത് വെക്കണ്ടല്ലോ. അതുകൊണ്ടാണ് എടുത്ത് നമ്മൾ കംപ്ലീറ്റ് ആക്കിയത്. ഓക്കെ, വേറെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ക്ലാസ് ഒക്കെ ഓക്കെ ആയിട്ട് പോകുന്നില്ല? എല്ലാ ക്ലാസ്സുകളും ഫോളോ ചെയ്യുന്നുണ്ടോ എല്ലാം? ഓക്കെ. നമ്മള് എന്താ ഫുൾ ഫോം എഴുതാൻ പറഞ്ഞിട്ട് എഴുതുന്നുണ്ടോ ആരെങ്കിലും? എഴുതുന്നുണ്ടോ? ഓക്കെ. ഇനി ഇപ്പോഴും എഴുതി തുടങ്ങാത്തവരാണെങ്കിൽ എന്ത് ചെയ്യാ, എഴുതി വെക്കണം കേട്ടോ. നിങ്ങളുടെ നോട്ട്ബുക്കിന്റെ ഒരു ബാക്ക് സൈഡിലോ നമ്മൾ ഇതുവരെ എടുത്തിട്ടുള്ള ചാപ്റ്റർ, ഇതിപ്പോ നമ്മൾ ഈ ഒരു ലേബർ റൂം വരെ കഴിഞ്ഞു അല്ലെ. അപ്പോ ഇതുവരെയുള്ള ചാപ്റ്ററുകളിലെ കറക്റ്റ് ആയിട്ടുള്ള ഫുൾ ഫോമുകൾ എഴുതണം. നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഞാൻ ഒരു ദിവസം അതിന്റെ എക്സാം എടുക്കും. ഓക്കെ, കഴിഞ്ഞ ബാച്ചിൽ ഞാൻ മറ്റൊരു എക്സാം എടുക്കും. അവർക്ക് അടുത്ത നെക്സ്റ്റ് വീക്കിൽ എടുക്കുന്ന പറഞ്ഞത്. നിങ്ങൾ അതിനു വേണ്ടി എന്ത് ചെയ്യാ, ഒന്ന് പ്രിപ്പയർ ആയിട്ടിരിക്കുക. ഓക്കെ, പ്രിപ്പയർ ആവില്ലേ? ഓക്കെ. നെക്സ്റ്റ് വീക്ക് കൊണ്ട് എല്ലാവരും ഇതുവരെയുള്ള ചാപ്റ്ററിന്റെ എഴുതിയിരിക്കണം. ഓക്കെ, നമുക്ക് അത് കഴിഞ്ഞിട്ട് വന്നൊരു വീക്കില് ഓൺലി ഷോർട്ട് ഫോംസിന്റെ മാത്രം ഒരു ചെറിയൊരു എക്സാം ഇടാം. എന്താ അഭിപ്രായം? ഇടേണ്ട എക്സാം വേണം. ഓക്കെ. അപ്പൊ ഷോർട്ട് ഫോം മാത്രം ഇടുന്നുള്ളൂ കേട്ടോ. ഞാനത് പ്രത്യേകം പറഞ്ഞു. ഇത്രയും ഞാൻ ടൈം തന്നിട്ടുണ്ട്. അടുത്ത ആഴ്ചയോട് കൂടി എഴുതാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് എഴുതി തുടങ്ങാം. ഓക്കെ. Okay, thank you all. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.